ഈ നിയമം പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ മന്ത്രി പറഞ്ഞ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. ഈ നിയമം വന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടനെ എന്ന് പറയുമ്പോൾ എത്ര ഹീനമായ നിലക്കാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിലപാടുകൾ അവർ സ്വീകരിക്കുന്നത് വളരെ വ്യക്തമാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ BJP-ക്കാർ ഈ നേരത്തെ വഖഫ് നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നില്ല. കിരാത നിയമം എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന എല്ലാ പാർട്ടികളും ചർച്ച ചെയ്തുകൊണ്ട് പാസ്സാക്കിയ ഒരു നിയമത്തെ BJP-ക്കാർ വിശേഷിപ്പിക്കുന്നത് കിരാത നിയമം എന്നാണ്. എന്താ അവരുദ്ദേശിക്കുന്ന കാര്യം? എന്താ അവരുദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള നിയമം. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല, കാരണം ഹിന്ദുവിൻ്റെ രാഷ്ട്രമല്ലേ. അപ്പം അത് കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനിക്കാൻ അധികാരം വരാൻ വേണ്ടി പല പാകത്തിൽ ഉള്ള മാറ്റം വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കയ്യേറ്റമാണ്. ഒരു ഭാഗത്ത് പ്രകടമായിട്ട് ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ചുകൊണ്ട് തകർക്കുക, അവർക്കെതിരായ നിയമങ്ങൾ പാസ്സാക്കുക, അവരെ ആക്രമിക്കുക, അതിൻ്റെ പിൻബലമുണ്ടാക്കാൻ പാകത്തിൽ ഒരു നിയമം കൊണ്ടുവരിക, അതാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഈ നിയമം വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തോ കേരളത്തിലെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നിയമം എന്നുള്ള നിലക്കാണല്ലോ BJP-ക്കാരുടെ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും നീക്കങ്ങളെല്ലാം ഉണ്ടായത്. ഇവിടെ നന്ദി പ്രധാനമന്ത്രി എന്ന് പറയാൻ എന്താ കാരണം? മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ച നരേന്ദ്രമോദിക്ക് നന്ദി എന്നാണ്. സുരേഷ് ഗോപി അവിടെ പലതവണ ചെന്നു, 50 പേരെ BJP-യിലേക്ക് മാറ്റി. അതുപോലെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി അവിടെ വന്നു, അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ചു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവരെ കാണാൻ അവസരം കൊടുക്കുന്നു. എന്താ ഉദ്ദേശം ഈ പ്രശ്നത്തെ, ഈ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഈ നിയമത്തെ യഥാർത്ഥത്തിൽ എന്തോ കേരളത്തിലെ മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് സ്ഥാപിക്കാനുള്ള നീക്കാണ്. അപ്പോൾ അതിന് പിൻബലമേകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ശക്തികളെ കേരളത്തിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നടന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിസ്താരത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ എന്താണോ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ ജനാധിപത്യ വിരുദ്ധത, ന്യൂനപക്ഷ വേട്ട, അപ്പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്ന് വെളിവാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നടപടികൾ. അതോടൊപ്പം തന്നെ അത് ഭരിക്കുന്നവർ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 7 ദിവസക്കാലം യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അനുവദിച്ചതല്ല, ചോദിച്ചു വാങ്ങിയതാണ്. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ വേണ്ടി എന്നുള്ളതിലേക്ക് അവിടെ വേണ്ടിയുള്ള സമയം ചോദിച്ചു വാങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ അതിൻ്റെ ഏതെങ്കിലും പിൻബലത്തിൽ അത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ പരസ്പര